എറണാകുളം ചെറായ റിസോർട്ടിൽ യുവതിക്ക് പാമ്പുകടിയേറ്റു. കോയമ്പത്തൂർ സ്വദേശി ഷർമിളയ്ക്കാണ് പാമ്പുകടിയേറ്റത്. ഷർമിളയെ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർ അറിയിച്ചു. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷാബാസ്, എപ്പോഴാണ് സംഭവം? മധു, ഇന്ന് രാവിലെയാണ് കോയമ്പത്തൂർ സ്വദേശിയായ യുവതിക്ക് ചെറായി ബീച്ചിലെ റിസോർട്ടിൽ വെച്ച് പാമ്പുകടി ഏൽക്കുന്നത്. ചൂടിനൊപ്പം തന്നെ പാമ്പുകടി ഏൽക്കുന്നു എന്ന വാർത്തകളും തുടർച്ചയായി വരികയാണ്. ഇന്ന് രാവിലെയാണ് ഈ ചെറായി ബീച്ചിലെ റിസോർട്ടിൽ താമസത്തിനെത്തിയ കോയമ്പത്തൂർ സ്വദേശിയായ ഷർമിള എന്ന യുവതിക്ക് പാമ്പുകടി ഏൽക്കുന്നത്. ഈ റൂമിന് പുറത്ത് വെച്ചാണ് പാമ്പുകടി ഏൽക്കുന്നത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ കാലിലെ പാദത്തിലെ വിരലിലാണ് കടിയേറ്റത്. ഉടൻ തന്നെ പറവൂരിലെ താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആന്റിവെനം അടക്കം നൽകണോ എന്ന കാര്യത്തിലടക്കം കൂടുതൽ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇപ്പോഴെന്തായാലും യുവതിയെ കൂടുതൽ നിരീക്ഷണത്തിന് വേണ്ടി മാഞ്ഞാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കോയമ്പത്തൂർ സ്വദേശിയായ യുവതിക്ക് ചെറായി ബീച്ചിലെ റിസോർട്ടിൽ വെച്ച് പാമ്പുകടി ഏൽക്കുന്നത്. ഇന്ന് രാവിലെ റിസോർട്ടിലെ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു യുവതി. ഈ റിസോർട്ടിൽ താമസിക്കാൻ എത്തിയതായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ഈ യുവതി ഇവിടെ താമസിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ പാമ്പിന്റെ കടി ഏൽക്കുന്നത്. ഏത് പാമ്പാണ് കടിച്ചത് എന്ന കാര്യത്തിൽ ഈ നിമിഷത്തിൽ വ്യക്തത വന്നിട്ടില്ല. കൂടുതൽ അന്വേഷണം അക്കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആന്റിവെനം കൊടുക്കുന്നത് കാര്യത്തിലടക്കം ഈ പാമ്പിന്റെ വിഷം ഏതാണ് എന്ന് അറിഞ്ഞതിനു ശേഷം മാത്രം തീരുമാനമെടുക്കാം എന്നൊരു നിലപാടിലാണ് ആശുപത്രി അധികൃതർ ഉള്ളത്. എന്തായാലും യുവതിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് അറിയുന്നത്. കൂടുതൽ നിരീക്ഷണത്തിന് വേണ്ടി യുവതിയെ മാഞ്ഞാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കോയമ്പത്തൂർ സ്വദേശി ഷർമിളയ്ക്കാണ് ഇപ്പോൾ റിസോർട്ടിൽ വെച്ച് പാമ്പുകടിയേറ്റു എന്ന വാർത്ത വരുന്നത്.